സർ, കോൺഗ്രസ് പാർട്ടിയിലെ ഭിന്നത എപ്പോഴും പുറത്തു വരാറുണ്ട്. അവരുടെ ഇടയിലുള്ള തമ്മിലടി എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പല വിരുദ്ധ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അത് വലിയ ചർച്ചകളാവാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഒരുമിച്ച് പോകുന്നതും കാണാം. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒത്തൊരുമിച്ച് പോകുന്നതും കാണാം. പക്ഷേ CPM-ന്റെ CPI-യുടെ അതിനകത്തുള്ള പല കാര്യങ്ങളും നമുക്കറിയില്ല. എല്ലാ ഊഹാപോഹങ്ങൾ, അത്രയ്ക്ക് വലിയ ഗൂഢമായ കാര്യങ്ങളാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു അവരുടെ ഭിന്ന അഭിപ്രായങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പം ജനങ്ങൾക്കെല്ലാം അറിയാം അത് ഇത്രത്തോളം എത്തത്തുള്ളൂ. അതിന് വലിയൊരു തീവ്രതയൊന്നും കാണത്തില്ല. പക്ഷെ ഇപ്പം നിലവിൽ CPI-യുടെ നേതൃത്വത്തിൽ നിന്ന് ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു ശബ്ദരേഖയിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗം പറയാം. ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുന്നു, നാണം കെട്ടി ഇറങ്ങിപ്പോകേണ്ടി വരും എന്നുള്ളതാണ് രണ്ട് വ്യക്തികൾ, അതിൻ്റെ സംഘടനാ നേതൃത്വമുള്ള രണ്ട് വ്യക്തികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ CPM-ലും CPI-ലും നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയുടെയും വിഭാഗീയതയും CPM-നകത്തെ വിഭാഗീയതയും രണ്ടും വ്യത്യസ്തമാണ്. CPI കേഡർ പാർട്ടിയാണ്, അവരുടെ വിഭാഗീയതയും കേഡർ സ്വഭാവമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ തമ്മിൽ തല്ലും കലഹവും എന്ന് പറയുന്നത് അത് പാർട്ടി വിട്ടിങ് പുറത്തിറങ്ങും. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ. അവർക്ക് ഈ തെരുവിൽ കിടന്ന് അവരുടെ വീട്ടുകാര്യങ്ങൾ പറഞ്ഞ് തല്ലാനും യാതൊരു ഉളുപ്പുമില്ലാത്തവരാണ്. സാർ, നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് പറയാം, നമ്മുടെ ഉള്ളിൽ ഉള്ള ചെറിയ വിഷങ്ങളാണെങ്കിൽ അത് പുറത്ത് കളഞ്ഞാൽ അവിടെ ഇരുന്ന് പഴുത്ത് പുണ്ണ് പിടിക്കത്തില്ല എന്നുള്ളത്. നമുക്ക് എന്തുണ്ടെങ്കിലും അത് അപ്പോഴങ്ങ് പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴെന്തെങ്കിലും പുറത്ത് ചീറ്റി കളഞ്ഞാൽ പിന്നീട് അതൊരു മുറിവായിട്ടിരിക്കത്തില്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശുദ്ധമാണ്, ഒന്നുമില്ല. ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അതല്ലേ, അവർ അപ്പോഴപ്പോഴുള്ള തുറന്നു പറയുന്ന പരസ്പരം എന്തെങ്കിലും പിണക്കങ്ങളും ഉണ്ടെങ്കിൽ ഇതും പുറത്തു പറയുന്നു. ഇതാണ് അവരുടെ ഒരു പൊതു സ്വഭാവം. അത് ശരിയെന്നോ തെറ്റെന്നോ അല്ല, ഞാൻ അത് പരസ്യമായിട്ട് അവർ അലക്കും, വിഴുപ്പലക്കുന്നുള്ള പറയണേ പറയാം. അങ്ങനെ ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പൊ സീറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് ഒരു മറുകണ്ഠം. അത് സാറ് ഇത്രയും നിസ്സാരമായിട്ടും ചെറിയ 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 രീതിയിൽ അത് നമുക്ക് തോന്നുന്നത് അത്രയും അപ്പോഴപ്പോഴത് പുറത്ത് വരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതില്ല, ഇരുന്ന് വലിയൊരു പൊട്ടിത്തെറിയിലോട്ട് വരുമ്പോഴല്ലേ വലിയ ഭീതിയായിട്ട് നമുക്ക് വലിയൊരു ഇതായിട്ട് തോന്നുന്നത്. മറ്റേത് അപ്പോഴപ്പോഴും ഇതാണ്ടോ സാർ ചിരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രയല്ലേ ഉള്ളൂ, അതെപ്പോഴും ഉണ്ടാവുന്നതല്ലേ എന്നുള്ള രീതിയിൽ. അവർക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ, അവർ മറുകണ്ഠത്തേക്ക് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ദിരാഭവന്റെ മുമ്പിൽ വന്ന് മുടി ക്ഷൗരം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് പണികൾ. അത് കോൺഗ്രസിന് യാതൊരു ഉളുപ്പും ഇല്ലാത്തവരാണ്. കോൺഗ്രസ്സിലെ ഒരാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ, തരൂരിനെ അല്ലേ. പിന്നെ CPI-യിലെ വിഭാഗീയത, CPI-ക്കകത്തും CPM-നകത്തും എല്ലാ പാർട്ടിയിലും വിഭാഗീയതയുണ്ട്. ഇവിടെ CPI-യിൽ ഇത്തിരി കേഡർ സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ CPI അങ്ങ് മുരടിച്ച് വരിക. കാര്യം എന്താണെന്നറിയാം, ഒരു പറച്ചിലുണ്ട്, ഈ വൻമരത്തിൻ്റെ ചുവട്ടിൽ ചെറു ചെടികളൊന്നും നിന്നാൽ വലിയ വളർച്ച കിട്ടത്തില്ല. അതിൻ്റെ തണലിൽ ഇങ്ങനെ നിൽക്കാവുന്നതേ ഉള്ളൂ. ഒരു കവിതയിൽ തന്നെ പറയുന്നുള്ളതാണ് ഇങ്ങനെ, വൻമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ ചെറിയ മരത്തിന് എങ്ങനെ വളർച്ച ഉണ്ടാകുന്നത്? ഇവിടെ ആരെ വൻമരം എന്ന് ചോദിച്ചാൽ CPM-ന്റെ കൂടെയാണ് നിൽക്കുന്നത്. വലിയേട്ടനെ ഈ CPI-യെ ഇട്ട് ചവിട്ടി തേച്ചിട്ടിരിക്കുകയാണ്, ചവിട്ടി കൂട്ടി. ഏറ്റവും വലിയ ഉദാഹരണമാണ് 4 പാർലമെൻറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട്, ഇത് 4 ഈ 4 എണ്ണത്തിൽ 3 എണ്ണവും സ്റ്റാർ മണ്ഡലമാണ്. വയനാട് സ്റ്റാർ മണ്ഡലമായത് ആ ചെക്കൻ മത്സരിക്കാൻ വന്നതിന് ശേഷമാണ്. നമ്മുടെ മോനെ പപ്പുമോൻ പിന്നെ അയാളുടെ പെങ്ങളും ഒക്കെ വന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർ മണ്ഡലമായത്. പിന്നെ തൃശ്ശൂർ സ്റ്റാർ മണ്ഡലമായത് സുരേഷ് ഗോപിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ്. തിരുവനന്തപുരത്തിന് സ്റ്റാർ മണ്ഡല സ്വഭാവം വന്നത് BJP ഇവിടെ വലിയൊരു മുന്നേറ്റം കുറിക്കുന്നത് കൊണ്ടാണ്. ഈ CPI-ക്കാർ മത്സരിക്കുന്ന ഇടത്ത് CPM-കാർ പ്രവർത്തിക്കാൻ കാണത്തില്ല. പണ്ടേ ഉള്ളതാണ്, എനിക്കറിയാവുന്നതാണ്. ഇവർ തിരുവനന്തപുരത്തെ CPM-കാർ മുഴുവൻ അടുത്ത പാർലമെൻറ്റ് മണ്ഡലത്തിൽ അവരുടെ ആറ്റിങ്ങലിലോട്ട് പോകും. CPM സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, അവിടെ പ്രവർത്തിക്കാൻ പോകും. പാവങ്ങൾ ഈ CPI-ക്കാർ ഇവിടെ കിടന്ന് അധ്വാനം മാത്രം നടത്തും. ഇവിടെ ഇത്തവണ തന്നെ നിർത്തിയത് പന്ന്യൻ രവീന്ദ്രനെയാണ്. അങ്ങ് പോയില്ലേ സംഭവങ്ങൾ മുഴുവൻ. തരൂരും ചന്ദ്രശേഖറുമായിട്ടില്ലേ നേരിട്ടുള്ള മത്സരമല്ലേ നടന്നത്. പന്ന്യൻ അതിനിടയ്ക്ക് ഞെരുങ്ങിപ്പോയി. പന്ന്യൻ നല്ല മനുഷ്യനൊക്കെയാണ്, പക്ഷെ CPI-ക്ക് ഇപ്പോൾ ഒരു വളർച്ചയും ഇല്ലാതായിപ്പോയി. പണ്ട് ആലോചിക്കണം, കേരളം ഭരിച്ച ഒരു പാർട്ടിയാണ് CPI. CPI-യിലാണ് സംശുദ്ധമായിട്ടുള്ള ആൾക്കാരുള്ളത്.
ഈ CPIയിലുള്ളവരൊക്കെ മസിൽ പിടിക്കത്തില്ല കേട്ടോ, അവർ ചിരിക്കുകയൊക്കെ ചെയ്യും, ജനങ്ങളുമായിട്ട് സംവദിക്കും. CPMൻ്റെ എല്ലാം ഒരേ സ്വഭാവമാണ്, മസിൽ പിടിച്ച്. അതൊരു പ്രത്യേക ബോഡി ലാംഗ്വേജാണ്. പിണറായി വിജയൻ, P. ബിജു പഴയ ആലത്തൂരിലെ MP, ഇപ്പം സ്വരാജും ആ ഒരു സ്വഭാവക്കാരനാണ്, ഒരു ധാർഷ്ട്യം. CPMൽ ആരുണ്ട്? ഇപ്പം CPMൽ ഇപ്പം പിന്നെ നമ്മുടെ നായനാര് എത്ര സൗമ്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പല ഭാഗത്തുള്ള എല്ലാ പാർട്ടികളിലുള്ള ആൾക്കാരൊക്കെ വരും പ്രസംഗിക്കാൻ വരുമ്പോൾ. ദൂരദർശനിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടായിരുന്നു, അത് കേൾക്കാൻ കാത്തിരിക്കുന്നു കുട്ടികൾ ഉൾപ്പെടെ. ഈ പിന്നെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരു കെട്ട് പേപ്പർ ഹിന്ദു, മനോരമ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് വരും. പ്രസംഗിച്ച് അങ്ങോട്ട് വരുന്ന അവസരത്തിൽ പറയും, എടോ ഇത് എഴുതിയിരിക്കുന്നത് ഏത് കടലാസിലാണെന്നറിയാമോ? നിങ്ങളും രാവിലെ വായിച്ച കടലാസിലാണ്, ഞാൻ ഓനും വായിച്ചത്, മനോരമ അവർക്കേ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ടെലിഫോൺ പരിപാടി ഉണ്ടായിരുന്നു, അത് വലിയ ജനപ്രിയ, ഒരിക്കലേ വളരെ ഒരു ക്രൂരമായൊരു തമാശ. അത് EK നായനാർ ആയതുകൊണ്ട് സഹിച്ചു എന്നുള്ളതാണ്. ഒരു സ്ത്രീ എവിടുന്ന് വിളിക്കുന്നു, അതിനടുത്ത് പറഞ്ഞോ എന്ന് പറഞ്ഞ് അദ്ദേഹം, സഖാവേ എൻ്റെ ഭർത്താവിനെ കാണുവാനില്ല, ഏറെ നാളായി പോയിട്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. കാണുവാനില്ല, എന്തു പറ്റി? പരാതി കൊടുത്തോ? നിങ്ങളെ വേഗം പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. എവിടെ പോയെന്ന് വല്ലതും അറിയാമോ? ഇല്ല. അപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം എന്നെ ഇവിടെ വിളിക്കണം എന്ന് പറഞ്ഞ് ഫോൺ താഴെ വെച്ചു. എന്നിട്ട് അടുത്തിരുന്ന ആളോട് ലൈവാണ്, ഓനെ ആരെങ്കിലും തട്ടിക്കാണും. ഇന്നാണെങ്കിൽ സംഭവം മാറും. പിന്നെ ആരെങ്കിലുമൊക്കെ എവിടുന്നേലും ദൂരെ നിന്ന് വിളിക്കുന്ന ഉടനെ എടോ അവൻ കാസർഗോഡ് നിന്ന് അവൻ നമ്മുടെ ആളാണല്ലേ എന്നൊക്കെയാണ്. അപ്പം ഈ സ്വഭാവം CPMൽ അപൂർവമാണ്. VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മസിൽ പിടിച്ച് നിൽക്കത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്. മറ്റേ ഇപ്പം നമ്മൾ കാണുന്നത് അങ്ങനല്ലല്ലോ, ഒരു മസിൽ പിടിച്ച് ഞാൻ ആണ് പിന്നെ രാജാവ്, നിങ്ങൾ വെറും പുല്ലുകളാണ് എന്നുള്ള മട്ടിലാണ്. CPIയിൽ അങ്ങനല്ല കേട്ടോ. CPI എന്ന് പറയുന്നത് വളരെ ശാന്തശീലര്, പക്ഷെ അവർ പിന്നെ ബുദ്ധിജീവികളും ഒക്കെയാണ് കേട്ടോ. പഴയ മുഖ്യമന്ത്രി അച്യുതമേനോൻ, PK വാസുദേവൻ നായർ, ഇവരെ പോലെയൊക്കെ സൗമ്യരായിട്ടുള്ളവരെയൊക്കെ വേറെ കാണത്തില്ല. അച്യുതമേനോൻ ഇവിടുന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം തമ്പാനൂർ പോയി KSRTC ബസ്സിൽ കയറി തൃശ്ശൂർക്ക് പോയ ആളാണ്. ഇവിടുത്തെ CPMൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി ചെയ്യുമോ ഇതുപോലെ? അവരുടെ പോക്കും വരവും കണ്ടു കഴിഞ്ഞാൽ എല്ലാം തൻ്റെ കാൽ കീഴിലാണെന്നുള്ള മട്ടിലാണ് പോക്കും വരവും. അതാണ് കാര്യം. അപ്പം CPIക്ക് ഒരു നല്ല പരിവേഷം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ CPI ആണെ തന്നെ ഈ നമ്മുടെ MM മണി ഉണ്ടല്ലോ, നാക്കിന് ലൈസൻസ് ഇല്ലാത്ത MM മണി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ആനി രാജ അങ്ങ് ഡൽഹിയിൽ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്? ഇതിപ്പോൾ ബിനോയ് വിശ്വത്തിനോട് എന്താണ് ഇത്ര? അല്ല, ബിനോയ് വിശ്വ ഇത് പാർട്ടിയിൽ പിന്നെ സമീപകാലത്തായിട്ട് കാനം രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോഴും ഒക്കെ ഒരു വലിയ വിഭാഗീയതയും എതിർപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇസ്മയിലും ഒക്കെ അതിന് വേറൊരു ഭാഗമായിട്ട് നിന്നതാണ്, K. ഇസ്മയിൽ. ഇപ്പോൾ ബിനോയ് വിശ്വത്തിനും കാനത്തിൻ്റെ തുടർച്ചയാണത്, കാനം തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആ വിഭാഗീയതയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. CPMൻ്റെ അടുക്കൽ പോയി നട്ടല് വളച്ചു നിൽക്കുകയാണ് CPI എന്ന് കാനം ഇരിക്കുന്ന കാലം മുതലേ പറച്ചിലുണ്ട്. കാനം വഴങ്ങിക്കൊടുക്കുകയാണ് പല പ്രശ്നങ്ങൾ, അതായത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കുന്നു, അതിൽ CPIക്കും പങ്കാളികളാകേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് CPIക്ക് വലിയ പരിഭവവും കാര്യങ്ങളും ഒക്കെ. മാത്രമല്ല, ഇപ്പോൾ ഭാരതാംബ വിഷയത്തിൽ ബിനോയ് വിശ്വം പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും CPMനും CPIക്കും ഒരേ അഭിപ്രായം തന്നെയാണ് അതിലുള്ളത്. പക്ഷെ ഒരിക്കലും MV ഗോവിന്ദനോ മറ്റോ പിണറായി വിജയൻ ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ MV ഗോവിന്ദൻ പറയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാരതാംബ ഇല്ലെന്ന്. പക്ഷേ ബിനോയ് വിശ്വം പറയുന്നത് ഭാരതാംബ ഒരു ഭാരത് മാതാ കി ജി എന്ന് വിളിച്ചത് ഇവരുടെ ഒരു പോസ്റ്ററിൽ ഭാരതാംബയുടെ ചിത്രം വന്നതുമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിച്ചതാണ് മാധ്യമപ്രവർത്തകർ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് CPMനും CPIക്കും ഒറ്റ നിലപാട് തന്നെ. ഈ കാര്യങ്ങൾ ചിലപ്പോൾ അവർക്കൊരു നിലപാടായിരിക്കും. അല്ല, നിലപാടില്ല, രണ്ടുപേരും രണ്ടഭിപ്രായങ്ങളാണ് പറയുന്നുണ്ട്, ഒരേ നിലപാടെന്നുള്ളത് അത്രേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വഴങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതാണ് ഇവർക്ക് പറ്റുന്ന. അതായിരിക്കും ഈ നേതൃത്വത്തിനകത്ത് ഉള്ള പ്രശ്നം. അത് പാർട്ടിക്ക് വലിയ ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. ഇല്ലാതാകുന്ന മമ്മണി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ച് കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. CPM ഒരുപാട് ചവിട്ടും കുത്തുകയറ്റി കിടക്കുന്ന ഒരു പാർട്ടിയായി CPI മാറി എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.